ഈ കേസിൻ്റെ അന്വേഷണം നമ്മൾ തൃപ്തികരമല്ലാത്ത രീതിയിൽ പോകുന്നതുകൊണ്ട് നമ്മൾ CBIക്ക് അന്വേഷണം കൈമാറണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അപ്പം കേസിൻ്റെ ആദ്യത്തെ ഒരു ആഴ്ചയിൽ നമുക്ക് കിട്ടിയൊരു അപ്ഡേറ്റ് ആയിരുന്നു മാമി ഓഗസ്റ്റ് 22-ാം തീയതി തലക്കുളത്തൂർ മാമിയുടെ ഫോണിൽ ലൊക്കേറ്റ് ചെയ്തിരുന്നു എന്നുള്ളത്. 2023 ഓഗസ്റ്റ് 21-നാണ് മാമി മിസ്സാകുന്നത്. 22-ാം തീയതി തലക്കുളത്തൂർ മാമിയുടെ ഫോണിൽ ലൊക്കേറ്റ് ചെയ്തിരുന്നു. അപ്പം ആ വീക്കിൽ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അല്ലാതെ അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടും നമുക്ക് കൂടുതലായിട്ട് ഒരു വിവരവും പോലീസിൻ്റെ അടുത്തുനിന്ന് കിട്ടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കേസ് അന്വേഷണം ശരിയായ രീതിയിലല്ല പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുടുംബവും ആക്ഷൻ കമ്മിറ്റി മുന്നിട്ട് നിന്നുകൊണ്ട് ഈ കേസ് CBIക്ക് കൈമാറണമെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്കും പിന്നെ DGP ADGP കമ്മീഷണർ ഓഫീസ് എല്ലാ മേഖലകളിലും നമ്മൾ പരാതി കൊടുത്തിരുന്നു. അപ്പം ഇന്നായിട്ട് മലപ്പുറം SP-യുടെ ഒരു ഓർഡർ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. CBIക്ക് കേസ് കൈമാറണം എന്ന് മലപ്പുറം SP ഓർഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് നമ്മൾ ഇന്ന് കേട്ട ഒരു വാർത്ത. പിന്നെ 24 ന്യൂസിൽ ഇന്ന് കാണാൻ കഴിഞ്ഞു കേസ് ഒരു പ്രത്യേക വഴിത്തിരിവിൽ എത്തി നിൽക്കുന്ന സമയത്താണ് CBIക്ക് കേസ് കൈമാറാൻ വേണ്ടി കൊണ്ട് മലപ്പുറം SP ഉത്തരവിട്ടതെന്ന് കണ്ടു. പക്ഷെ ഒരിക്കലും ആ ന്യൂസ് ശരിയല്ല. കാരണം മാമി മിസ്സായി ആദ്യത്തെ മാസത്തിൽ തന്നെ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് തലക്കുളത്തൂർ ഒരു വീട് ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു വീടും പരിസരത്ത് 1, 2, 3 ഫോൺ നമ്പേഴ്സും അതെ ലൊക്കേറ്റ് ചെയ്തിരുന്നുവെന്നും ആ ലൊക്കേഷൻ നോക്കിയിട്ട് അവർ അന്വേഷണം നടത്തുന്നു എന്നുള്ള ആദ്യത്തെ മാസത്തിൽ തന്നെ സെപ്റ്റംബർ മാസത്തിൽ തന്നെ നമുക്ക് കിട്ടിയൊരു ന്യൂസാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് 11 മാസം കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് മാമി മിസ്സായിട്ട് 1 മാസമായി 11 മാസം കഴിഞ്ഞു ഈ തലക്കുളത്തൂർ ഈ ഒരു വീട് ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് മാമി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു ടവർ ഡംപ് നോക്കിയിട്ടാവാം അങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് നേരത്തെ തന്നിരുന്നു. അതൊരു പുതിയ അറിവല്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അതിനുശേഷം അങ്ങനെ ഒരു വീട് ഒരു സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ 11 മാസം കഴിഞ്ഞിട്ടും അതിൻ്റെ അപ്ഡേറ്റ്സ് എന്താണ്, അതിൽ ആരൊക്കെയായിരുന്നു വന്നു പോയത്, എന്താണ് മാമിക്ക് സംഭവിച്ചത്, കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ വിളിക്കുകയും കൃത്യമായ അന്വേഷണം നടത്താനും പോലീസിന് കഴിയുമായിരുന്നു. അത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടാൽ അവരെ വിളിച്ചിട്ട് കേരള പോലീസിന് പല മുറകളുണ്ട് ഒരു പ്രതിയെ കൊണ്ട് കുറ്റം തെളിയിപ്പിക്കാനുള്ള. അതൊന്നും നിങ്ങൾ ചെയ്തില്ലേ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫർദർ സ്റ്റെപ്സിലേക്ക് നിങ്ങൾ പോകുന്നില്ല എന്നുള്ള ചോദിച്ച സമയത്ത് അവർ പറയുന്നത് നിങ്ങളൊരു 1 വീക്ക് വെയിറ്റ് ചെയ്യ്, ഒരു 10 ദിവസം വെയിറ്റ് ചെയ്ത് അടുത്ത 20-ാം തീയതി 25-ാം തീയതി ഓരോ ഡേറ്റ് പറഞ്ഞിട്ട് നമ്മളെങ്ങനെ കൊണ്ടുപോവുക ചെയ്തത്. അങ്ങനെയാണ് ഈ ഓഗസ്റ്റ് മാസം 2024 ഓഗസ്റ്റും കഴിഞ്ഞു, ഇപ്പോൾ സെപ്റ്റംബർ 5 ഇന്ന് വരെ അതിൽ കൂടുതലായിട്ടുള്ള ഒരു വിവരം നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി മുന്നിൽ നിന്നുകൊണ്ട് ഫാമിലി എന്ത് ചെയ്യുന്നത് CBIക്ക് കേസ് കൈമാറണമെന്ന് നമ്മൾ പറഞ്ഞത്. പിന്നെ അന്ന് തന്നെ ഒരു അപ്ഡേറ്റ് അന്ന് തന്നെ ഇവർ പറഞ്ഞൊരു ഒരു കിണർ വറ്റിക്കാൻ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. തലക്കുളത്തൂർ ഒരു കിണറുണ്ട് ആ വീടിൻ്റെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അത് വറ്റിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 8 മാസം കഴിഞ്ഞു. ഇതുവരെ അത് വറ്റിച്ചോ അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയോന്നൊന്നും നമ്മൾ കണ്ടില്ല. ഒരു ഫർദർ ആക്ടിവിറ്റീസും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് നമ്മൾ അറിയുന്നില്ല.